ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ്. വേറൊന്നുമല്ല, നമുക്കൊരു 2 മിനിറ്റ് സമയമുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ സ്കിൻ നാച്ചുറലി ഗ്ലോയിങ് ആക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനാവശ്യമുള്ളത് ഇതൊക്കെയാണ്: കാപ്പിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, പിന്നെ ഒരടപ്പ് വെളിച്ചെണ്ണ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കൈ യൂസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്താൽ മതി. നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും. നോക്ക്, കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പയ്യെ എല്ലായിടത്തുമായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധിക നേരം ഇതിട്ട് മസാജ് ചെയ്യൊന്നും വേണ്ട. കുറച്ച് നേരം, മീൻസ് ഒരു 30 സെക്കൻഡ്സ് ഒക്കെ ഇട്ട് മസാജ് ചെയ്താൽ മാത്രം മതി. ഇൻ കേസ് സെൻസിറ്റീവ് സ്കിൻ അല്ല നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 മിനിറ്റൊക്കെ മസാജ് ചെയ്ത് കുഴപ്പമില്ല. എത്ര മസാജ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം എന്താ പറയുക, നിങ്ങൾ കാണാൻ പോകുന്നൊരു മാജിക്കായിരിക്കും. ഈ 2 മിനിറ്റിൽ ഇത്രയൊക്കെ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാം, പക്ഷേ ഇതുള്ള കാര്യമാണ് ഗൈസ്. ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വേണമെങ്കിൽ നോക്കിക്കോ. സോ അപ്പം നമ്മളെന്താ ചെയ്യണ്ടേ? മസാജ് ചെയ്തതിന് ശേഷം ഒരു ഭൂതമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫേസിലെ ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞാലോ? നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇതങ്ങ് മാറ്റാൻ നേരത്ത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആൻഡ് ഗ്രീസ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒന്നും നോക്കാനില്ല, വേഗം പോയി ട്രൈ ചെയ്ത്. വെറും 2 മിനിറ്റ് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. റിസൾട്ടില്ലേ? നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. നമ്മുടെ പച്ച വെളിച്ചെണ്ണ, മഞ്ഞൾ, അതുപോലെ തന്നെ കാപ്പിപ്പൊടി. ഇത് 3 മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുന്ന ഒരു തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോയിങ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും എപ്പോഴും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നുണ്ടാകുന്ന സൺബേൺ, അതുപോലെ ടാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ ഹാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ കൊടുത്ത് ചുമ്മാ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ സ്കിൻ എത്ര ഗ്ലോയിങ് ആണെന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടിയും അതുപോലെ നമ്മുടെ ഓയിൽ കണ്ടൻറ്റും നമ്മുടെ മുഖത്തു നിന്ന് മാറ്റണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഫേസ് വാഷ് ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഫേസ് എല്ലായിടത്തും എവിടെയൊക്കെ നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇട്ട് നല്ലോണം മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൽ നിന്ന് ഈ ഫേസ് മാസ്ക് നമ്മൾ റിമൂവ് ചെയ്യണം ഗൈസ്. വ്യത്യാസമില്ലേ? വീഡിയോയിൽ വ്യത്യാസം അറിയുന്നുണ്ട്. സോ ഇതാണ് മക്കളെ റിസൾട്ട്. കണ്ടില്ലേ? ഭയങ്കര ഗ്ലോയിങ് ആണ്. ആക്ച്വലി എൻ്റെ ക്യാമറയിൽ അത് അറിയുന്നില്ല, പക്ഷേ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. വൺസ് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ള എണ്ണ, മഞ്ഞപ്പൊടി, കാപ്പിപ്പൊടി, ഇത് 3 കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് തേക്കുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയുക. വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ അടിയിലൊന്നും തേക്കണ്ട. ആൻഡ് പെട്ടെന്ന് കഴുകിക്കളയുക. ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആവും നമ്മുടെ സ്കിൻ ഇതുപോലെ തന്നെ. ആൻഡ് നല്ല ഗ്ലോയും കിട്ടും. നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. ഞാൻ ഇതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.